ഏജ് ലിമിറ്റിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ മറ്റു തസ്തികകൾ പറയുമ്പോൾ 18-40 പറയുക. പക്ഷേ ഇത് ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. എല്ലാവർക്കും നമസ്കാരം. ഡിഗ്രി ലെവലിൽ നമ്മൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന 2 തസ്തികകളുണ്ട്. ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ, നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് ആൻഡ് LSGI സെക്രട്ടറി. അതിൽ നമുക്കറിയാം LSGI സെക്രട്ടറി ഒരു ഗസറ്റഡ് കേഡറാണ്. ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ ആകട്ടെ സബോർഡിനേറ്റ് സർവീസിലുള്ള ഒരു നോൺ ഗസറ്റഡ് കേഡറാണ്. ഈ വീഡിയോയിൽ ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസറെ സംബന്ധിച്ചിടത്തോളം നോട്ടിഫിക്കേഷൻ എപ്പോഴുണ്ടാകുമെന്നും അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നാണ് പ്രതിപാദിക്കുന്നത്. നോക്കൂ, നിലവിലെ റാങ്ക് ലിസ്റ്റിന്റെ പ്രാബല്യം 9/4/2024 നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റ് 8/4/2027 വരെയാണ് ആ ലിസ്റ്റിന് പ്രാബല്യമുള്ളത് എന്ന് നിങ്ങൾക്കറിയാം. ആ സാഹചര്യത്തിൽ 9/4/2027 പുതിയ ലിസ്റ്റ് വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഏതു നിമിഷവും നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്ന ഒരു തസ്തിക തന്നെയാണ് ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ. ഇതിന് നമ്മൾ ഒരു 100-ൽ പരം വേക്കൻസികൾ ഉണ്ടാകും, അഡ്വൈസ് ഉണ്ടാകുമെന്നൊന്നും പ്രതീക്ഷിക്കരുത്. ഒരു എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ഒരു ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസറെ കാണും. അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം ഇതിൽ നടക്കാവുന്ന നിയമനം എന്ന് പറയുന്നത് 30 മുതൽ 35 വരെയുള്ള നിയമനങ്ങളാണ്. ഇപ്പൊ നമ്മുടെ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ ഇതുവരെ 24 നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. 24 നിയമനങ്ങളാണ് നടന്നിരിക്കുന്നത്. നമുക്കറിയാം റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 8/4/2027 വരെയാണ്. ഇനി 6-7 മാസങ്ങളിലേക്ക് മാത്രമേ ഇതിന്റെ കാലാവധിയുള്ളൂ. 2026 തന്നെ എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുകയാണ്. ഇനി നോട്ടിഫിക്കേഷൻ അധികം വൈകില്ല എന്നാണ് കരുതപ്പെടുന്നത്. ഈ തസ്തികയുടെ പേ ആൻഡ് അലവൻസസ് എന്താണ്, പ്രൊമോഷൻസ് എന്താണ്, നിയമന സാധ്യതകൾ എന്താണ്, കട്ട് ഓഫ് എന്താണ്, റൊട്ടേഷൻ എവിടെയാണ് നിൽക്കുന്നത്, എക്സാം സിലബസ് എങ്ങനെയായിരിക്കും, ഇങ്ങനെ വിശദമായി തന്നെ ഈ തസ്തികയെ നമുക്കൊന്ന് പരിശോധിക്കാം. കാരണം നമ്മളിപ്പോൾ ഒരു പ്രിലിംസ് പരീക്ഷ, ഡിഗ്രി പ്രിലിംസ് പരീക്ഷ എഴുതിയിട്ട് നിൽക്കുകയാണ്. ആ എഴുതി നിൽക്കുന്നതിൽ കുറെ പേര് പ്രിലിംസിൽ ഉൾപ്പെടും. അവർ പിന്നെ ഫൈനൽ പരീക്ഷയ്ക്ക് പോകും. ഫൈനൽ പരീക്ഷയിൽ വീണ്ടും കുറെ പേര് ഒഴിവാകും. വളരെ കുറച്ച് ആളുകളായിരിക്കും അതിൽ ഉൾക്കൊണ്ട് ലിസ്റ്റിൽ ഉണ്ടാവുക. ഈ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോഴുള്ള കാര്യങ്ങൾ പഠിക്കുന്നതോടൊപ്പം, ഇപ്പോഴുള്ള തസ്തികയ്ക്ക് നമ്മൾ തയ്യാറാകുന്നതോടൊപ്പം ഭാവിയിൽ വരാനിരിക്കുന്ന ഡിഗ്രി തല തസ്തികകളെ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് നമ്മളുടെ പഠനത്തെ അപ്ഡേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആവേശത്തെ വർദ്ധിപ്പിക്കുവാൻ ഈ നോട്ടിഫിക്കേഷനുകൾക്ക് കഴിയും. കാരണം ഇത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നേരിടേണ്ട തസ്തികകളായിട്ടാണ് ഇവ മുന്നോട്ട് വരുന്നത് എന്ന് നമുക്ക് കാണാം. ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ, നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് നമുക്കറിയാം 43,400, 91,200 ശമ്പള സ്കെയിലുള്ള ഒരു തസ്തികയാണ്. അവിടെ സ്വാഭാവികമായും നമുക്ക് ബേസിക് പേ ആയി ലഭിക്കുക 43,400 രൂപയാണ്. കാരണം ആ സ്കെയിലിന്റെ മിനിമം 43,400 പിന്നെ ഇൻക്രിമെന്റ് കിട്ടിയാണത് 91,200 എത്തുന്നത്. വാർഷിക ഇൻക്രിമെന്റിലൂടെയാണ്. അവിടെ DA നമുക്ക് നിലവിൽ 35% ഉണ്ട്. ഇനിയും DA നമുക്ക് കിട്ടാനുണ്ട്. ഇപ്പോൾ നിലവിൽ തന്നിരിക്കുന്ന DAയുടെ അനുപാതം വെച്ചുകൊണ്ട് 35%. ആ 35% DA കണക്ക് കൂട്ടുമ്പോൾ 15,190 രൂപ നമുക്ക് DA ഇനത്തിൽ ലഭിക്കും. HRA ആയി 4,340 രൂപ ലഭിക്കും. അപ്പോൾ ടോട്ടൽ 62,930 രൂപ, 63,000 എന്ന് കണക്ക് കൂട്ടു. 63,000 രൂപയോളം ശമ്പളമുള്ള ഒരു തസ്തികയാണ്. അപ്പൊ നമുക്ക് ഗൗരവത്തോടു കൂടി തന്നെ കാണാവുന്ന തസ്തികയാണ്. ഈ തസ്തികയുടെ ഏറ്റവും വലിയ ആകർഷണീയത എന്ന് പറയുന്നത് തുടർന്ന് നമുക്ക് പ്രൊമോഷൻ ലഭിക്കുന്നത് ഒരു ഗസറ്റഡ് കേഡറിലേക്കാണ്. ഇതിൽ നിന്ന് നമ്മൾ എൻട്രി കേഡർ ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ ആണെങ്കിൽ അടുത്തത് നമ്മൾ സ്റ്റേറ്റ് സർവീസിലേക്ക് ഗസറ്റഡ് കേഡറിലേക്ക് പ്രവേശിക്കുകയാണ്. 51,400, 1,10,300 എന്ന് പറയുന്ന എംപ്ലോയ്മെന്റ് ഓഫീസർ. പിന്നീട് ഡിസ്ട്രിക്ട് എംപ്ലോയ്മെന്റ് ഓഫീസർ ആകാൻ നിങ്ങൾക്ക് കഴിയും. അവിടെ 55,200 ടു 1,15,300 എന്നൊരു സ്കെയിലാണ്. പിന്നെ ഡിവിഷണൽ എംപ്ലോയ്മെന്റ് ഓഫീസർ ഉണ്ട്, 63,700, 1,23,700. തുടർന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എംപ്ലോയ്മെന്റ് ഉണ്ട്.
പിന്നെ ജോയിന്റ് ഡയറക്ടർ ഓഫ് എംപ്ലോയ്മെന്റ് ഉണ്ട്. ജോയിന്റ് ഡയറക്ടർ ഓഫ് എംപ്ലോയ്മെന്റ് ആകാൻ നമുക്ക് ഭാഗ്യം ലഭിക്കുകയാണെങ്കിൽ 1,07,800 ടു 1,60,000 എന്ന സ്കെയിലിലേക്കായിരിക്കും നമ്മൾ എത്തപ്പെടുക. അപ്പോൾ ഇപ്രകാരം പ്രൊമോഷൻ സ്കോപ്പ് വളരെയധികം ഓഫർ ചെയ്യുന്ന ഒരു തസ്തിക തന്നെയാണ് ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ. ഇവിടെ കഴിഞ്ഞ പരീക്ഷയെ വിലയിരുത്തുമ്പോൾ പ്രിലിമിനറിക്ക് ഈ തസ്തികയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു ശരാശരി കട്ട് ഓഫ് ആണ് വന്നത് 66.7847. കാരണം എന്താണ് ഞാൻ ശരാശരി എന്ന് പറഞ്ഞത്? 888 പേരെ മാത്രമേ അവർ ആ ലിസ്റ്റില് പ്രിലിമിനറിയുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നുള്ളൂ. ആ 888 പേരെ ഉൾപ്പെടുത്തിയപ്പോൾ 66.78 വന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാനിതൊരു ശരാശരി കട്ട് ഓഫ് ആയിരുന്നു എന്ന് പറഞ്ഞത്. 888 പേരെ ഉൾപ്പെടുത്തിയിട്ടും കട്ട് ഓഫ് 66.78 നിന്നു. പിന്നെ മെയിൻസിലേക്ക് വന്നപ്പോൾ മെയിൻസിൽ 30 പേര്, മെയിൻ ലിസ്റ്റിൽ 30 പേര് ഉൾക്കൊള്ളുന്ന ഒരു ലിസ്റ്റാണ് അവർ തയ്യാറാക്കിയത്. അതിൽ 64 പേരെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. ഇതിലാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ 26ഓളം നിയമനങ്ങൾ ഇപ്പോൾ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. 64 കട്ട് ഓഫ്. ഏറ്റവും കുറഞ്ഞ മാർക്ക് 64. ഏറ്റവും വലിയ മാർക്ക് 1ാം റാങ്ക് കിട്ടിയത് 100ൽ 72 വാങ്ങിച്ച ആള് 1ാം റാങ്ക് കരസ്ഥമാക്കുകയും ചെയ്ത ഒരു തസ്തികയാണിത്. അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ടേക്ക്. പിന്നെ ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്ന് തന്നെയാണ്. ഏജ് ലിമിറ്റിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ മറ്റു തസ്തികകൾ പറയുമ്പോൾ 18-40 ആണ് പറയുക. പക്ഷെ ഇത് 19-40 ആണ്. ഏജ് ലിമിറ്റ് എന്തായാലും ഡിഗ്രി പാസ്സായ ആൾക്കാർക്കൊക്കെ 19 വയസ്സുണ്ടാകും. 19-40 ആണ് ഇതിന്റെ ഏജ് ലിമിറ്റ്. അപ്പോൾ പിന്നെ പട്ടികവർഗത്തെ സംബന്ധിച്ച് അറിയാം. നമുക്ക് പിന്നെ ഒരു ഡിഗ്രി തലത്തിലുള്ള ഒരു തസ്തിക ആയതുകൊണ്ട് തന്നെ അവർക്ക് 5 വർഷത്തെ വയസ്സളവിന് പുറമെ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ കഴിയും ഈ തസ്തികയ്ക്ക്. കാരണം ഡിഗ്രി തരത്തിലുള്ള തസ്തികൾക്ക് അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട് പട്ടികവർഗത്തെ സംബന്ധിച്ചും പട്ടികവർഗത്തിൽ നിന്ന് മതപരിവർത്തനം ചെയ്തു വന്നവരെ സംബന്ധിച്ചും. അടുത്തത് അപ്പോൾ ഏജ് ലിമിറ്റ് എന്താണെന്ന് മനസ്സിലായി. ഞാൻ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയുടെ കാര്യം പറഞ്ഞു. 19 മുതൽ 43 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC STയെ സംബന്ധിച്ച് 19 മുതൽ 45 വയസ്സ് വരെയാണ്. പിന്നെ നമ്മുടെ ജനറൽ കണ്ടീഷനിലെ SC STക്കും കൺവേർട്ടഡ് ഫ്രം SC STക്കും നൽകുന്ന ആനുകൂല്യ പ്രകാരം അവർക്ക് 50 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാൻ കഴിയും. ഇപ്പോൾ SC ST ആണ്. ഇപ്പൊ ഇവിടെ 5 വർഷമേ വയസ്സുള്ളൂ. 45 വയസ്സ് കഴിഞ്ഞു എന്ന് കരുതി നിങ്ങൾ മടിച്ചു നിൽക്കേണ്ട കാര്യമില്ല. 50 വയസ്സ് വരെയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും എന്ന പ്രത്യേകത ഈ തസ്തികയ്ക്കുണ്ട്. പിന്നെ ഇതിന്റെ സിലബസിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിന് 2 പരീക്ഷകളാണുള്ളത്. പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്. പ്രിലിംസും മെയിൻസും ഏകദേശം നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഒക്കെ നിലവാരത്തിൽ നടത്തപ്പെടുന്ന പരീക്ഷയാണ്. പിന്നെ ഇതിന്റെ പ്രിലിംസ് എന്നൊക്കെ പറയുമ്പോൾ ഏത് പരീക്ഷയാണെങ്കിൽ നമ്മൾ ഇപ്പോഴൊരു പ്രിലിംസിൽ പങ്കെടുത്ത് നിൽക്കുന്നവരാണല്ലോ നിങ്ങൾ. അവിടെ എന്തായിരുന്നു നിങ്ങളുടെ സിലബസ്? അത് തന്നെയാണ്. ഹിസ്റ്ററി 10 മാർക്ക്, കേരളം, ഇന്ത്യ, വേൾഡ് എന്നിവയെ സംബന്ധിക്കുന്ന ഹിസ്റ്ററി വരുന്നുണ്ട്. ജിയോഗ്രഫി 5 മാർക്ക്, എക്കണോമിക്സ് 5 മാർക്ക്, സിവിക്സ് 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്സ്, ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ 10 മാർക്സ്, കമ്പ്യൂട്ടർ സയൻസ് 5 മാർക്ക്, സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്ക്, സിമ്പിൾ അരിത്മെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി 20 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 20 മാർക്ക്, റീജിയണൽ ലാംഗ്വേജ് 10 മാർക്ക്. പിന്നെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഓരോ മേഖലകളിലെയും കറണ്ട് അഫയേഴ്സ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഇതിൽ മാർക്ക് അലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ പ്രിലിമിനറി പങ്കെടുക്കുമ്പോൾ ഉള്ള ആ ഒരു സിലബസിനെ അടിസ്ഥാനമാക്കി നിങ്ങൾ പഠിച്ചാൽ മതി. പിന്നെ മെയിൻ പരീക്ഷ വരുമ്പോൾ ഇപ്പോൾ 2022 മെയിൻ ഒരു സിലബസ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത പരീക്ഷ വരുമ്പോൾ ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ടോപ്പിക് അവർ കൂട്ടിച്ചേർക്കുമോ എന്ന് അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം അത് കൂട്ടിച്ചേർത്തിട്ടില്ലായിരുന്നു. ഈ പ്രാവശ്യം ചിലപ്പോൾ ഒരു 10 മാർക്കിന് വല്ലതും ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് കൂട്ടിച്ചേർത്താലായി. എന്തായാലും അതിന്റെ ആ ഒരു സിലബസിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ആദ്യം നേരിടേണ്ടത് പ്രിലിംസിനെയാണ്. അതിനുവേണ്ടി മുന്നോട്ട് പോകാം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഡിഗ്രി തലത്തിൽ എഴുതി പ്രിലിംസ്, ഇപ്പം അടുത്തുടൻ തന്നെ പ്രിലിംസിന്റെ റിസൾട്ട് വരികയാണ്. അപ്പോൾ ആ പ്രിലിംസിന്റെ റിസൾട്ട് വന്നു, അതിലില്ല എന്ന് കരുതി നിരാശപ്പെടേണ്ട. ഇനി അതിലുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അടുത്ത മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ ഇതുകൂടി മനസ്സിൽ വെച്ചുകൊണ്ട് ഇതിനെ ഒരു ഇൻസെന്റീവായി കണക്കാക്കിക്കൊണ്ട് നമ്മൾ പഠിക്കുക. എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം, നമ്മളൊരു നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചതിന് ശേഷം പഠിക്കാനിരിക്കരുത്. ഇപ്പോഴേ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് പഠിച്ചു മുന്നോട്ട് നീക്കുക. അങ്ങനെയുള്ളവർക്കാണ് വിജയമുണ്ട്. എല്ലാവർക്കും വിജയാശംസകൾ. ഗുഡ് ബൈ.